ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പൂവും പ്രസാദവുമൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. കാരണം അവിടുത്തെ തൂണയിലും ഇല്ലെങ്കിൽ ആ ഭിത്തിയിലും ഒക്കെ ഇങ്ങനെ ചന്ദനവും പിന്നെ കുങ്കുമം നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നതാണെങ്കിൽ കുങ്കുമം എല്ലാം ഇങ്ങനെ വച്ച് തേച്ച് വികൃതമായിട്ട് ഇരിക്കും നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഭക്തർക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാഞ്ഞിട്ടായിരിക്കാം. എങ്കിലും ചില കാര്യങ്ങൾ പറയാം. ഈ മേൽശാന്തിയാണത് തരുന്നതെങ്കിലും ആ തരുന്നത് ഭഗവാന്റെ പ്രസാദമാണ് തരുന്നത്. കാരണം ഇപ്പം പൂവ് തരുവാണെങ്കിൽ അത് ഭഗവാനെ അർച്ചിച്ച പൂവാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ ആ ബഹുമാനത്തോടും അല്ലേ ആ സ്നേഹത്തോടും നമ്മളെ ഭഗവാനെ എങ്ങനെ കാണുന്നു അത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ കിട്ടുന്ന ഈ പൂജാദ്രവ്യങ്ങളെയൊക്കെ നമ്മൾ കാണണം. തീർത്ഥത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. കാരണം അവിടെ കുറച്ച് തീർത്ത് നമ്മുടെ കൈക്ക് ഒത്തിരി ശകലം തീർത്തതല്ലേ തരുള്ളൂ. അത് നമ്മൾ വേണ്ട വിധത്തിൽ അത് നമ്മൾ ലേശം കുടിച്ചിട്ട് ബാക്കി തലയിലേക്കൊക്കെ വയ്ക്കും. അത് പ്രശ്നമില്ല. ഈ ചന്ദനത്തിൻ്റെയും ബാക്കി പൂവിൻ്റെയൊക്കെ കാര്യമാണ്. ചന്ദനം നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ കൊണ്ടുവരാമല്ലോ ഈ ചന്ദനവും പൂവുമൊക്കെ. ഇപ്പം പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട് ഒരു പീസ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണം അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കും. അപ്പം നമുക്ക് അതിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരാം. ഇനി നമ്മുടെ പുഷ്പാഞ്ജലിയുടെ പ്രസാദമാണേലും എല്ലാം അങ്ങനെ വീട്ടിൽ കൊണ്ടുവരാം. വീട്ടിൽ കൊണ്ടുവന്നിട്ട് സാധാരണ എല്ലാവരും അത് പൂജാമുറിയിൽ തന്നെ വയ്ക്കും. പൂജാമുറി വെച്ചിട്ട് അന്ന് വേണമെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചന്ദനം എടുത്തൊരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ക്ഷേത്രത്തിൽ പോകാത്ത ദിവസം നമുക്കതെടുത്ത് ഉപയോഗിക്കാമല്ലോ. അതുപോലെ തന്നെ പുഷ്പാഞ്ജലിയുടെയൊക്കെ പ്രസാദമാണേലും നമുക്ക് അതിൻ്റെ ഇലയും അതിൻ്റെ അകത്ത് പൂവായിരിക്കുമല്ലോ, അതെല്ലാം നമുക്ക് തുളസിത്തിറയിലിടുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റിടത്തൊക്കെ ഇട്ടാൽ എല്ലാവരും ചവിട്ടുമൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യാം നമുക്ക്. പിന്നെ ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് വഴിപാട് കിട്ടുമല്ലോ, അത് നേദ്യം അല്ലെങ്കിൽ പാൽപ്പായസം, കടുംപായസം, കൂട്ടുപായസം ഇങ്ങനെയുള്ളതൊക്കെ കിട്ടും. അപ്പം അത് നമ്മളെങ്ങനെയാണ് അതിനോട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നടപടി എന്താണ്? കാരണം ചിലരൊക്കെ ഇത് കാണിക്കുന്നത് കാണാം. നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം ഇച്ചിരി മധുരം കുറവാണല്ലേ, നമ്മൾ കുറച്ച് മധുരം കൂടെ ചേർക്കാം. അതൊരിക്കലും ശരിയല്ല. ഭഗവാൻ എന്ത് നേദിച്ചോ അത് തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ നേദ്യമോ ഇല്ലെങ്കിൽ മറ്റേ കൂട്ടുപായസമോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് അതേപടി നമ്മൾ കഴിക്കുക. അല്ലാതെ അതിന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന് മോഡിഫിക്കേഷനൊന്നും വരുത്തണ്ട, അത് നടത്തുക, അത് തന്നെ ചെയ്യുക. ഈ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ഇത് ഉപയോഗിക്കാതെ കഴിയുന്നതും അന്നേരം തന്നെ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ വേണ്ടവർക്ക് ഇതൊക്കെ കൊടുക്കുക. അപ്പം ഈ ഭഗവാന്റെ നേദ്യം ഇങ്ങനെയുള്ളതൊക്കെ അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനോട് പെരുമാറണം.